സ്റ്റെയർകേസ് ഡിവൈഡ് ചെയ്യുന്ന ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു ഡോറ് കാണാം. ആ ഡോറ് തുറന്നാൽ നല്ല അടിപൊളി ബാൽക്കണിയിലേക്കാണ് പോകുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നോർമലി നമ്മൾ ബാൽക്കണി കാണാറില്ല, അതുകൊണ്ട് തന്നെ നല്ലൊരു ഡിഫറൻസ് നമുക്കിവിടെ ഫീൽ ചെയ്യും. ഈ ഒരു ബാൽക്കണിയിൽ GI പൈപ്പിൽ ഫ്രെയിം ചെയ്തിട്ട് അതിനോടൊപ്പം തന്നെ ടഫ് ആൻഡ് ഗ്ലാസ് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ എത്തിയാൽ ടോട്ടലി നല്ലൊരു ഹൈലൈറ്റ് ലുക്കാണ് നമുക്ക് ഫീൽ ചെയ്യുക. ഇതാണ് മാസ്റ്റർ ബെഡ്റൂമിലെ ബാൽക്കണി. ഈ ഒരു ബാൽക്കണിയുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് കംപ്ലീറ്റ് ഗ്രിൽ ചെയ്തിട്ടുണ്ട്. ഡൈനിങ് ഏരിയയിൽ നിന്നും ഒരു വിൻഡോ കാണാം, അവിടെ തന്നെ കർട്ടൻ കൊടുത്തിട്ടുണ്ട്. ഈ കർട്ടൻ മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിൻഡോ കാണാം. വിൻഡോയിലിടയിലായിട്ട് ഡോറ് കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ ഫ്രണ്ട് എലവേഷൻ നോക്കുന്ന സമയത്ത് രണ്ട് കാര്യമാണ് കൂടുതലും അട്രാക്ഷനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒന്ന് ഗ്ലാഡിംഗ് സ്റ്റോൺ ആണ് ഒരു പോർഷനും, പിന്നെ നമുക്കൊരു ബാൽക്കണി കൂടെ കാണാം. ഇതാണ് മുകളിലത്തെ ബാൽക്കണി. ഇവിടെ നല്ലൊരു വ്യൂ നമുക്ക് പുറത്തേക്ക് കാണാവുന്നതാണ്. ഈ ഒരു ബാൽക്കണീൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ഓപ്പൺ ചെയ്തിട്ട് ടെറസും നമുക്ക് കാണാം. ഹലോ ടോൾ, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മറ്റൊരു ഹോം ടൂർ വീഡിയോ ആയിട്ടാണ്. ഇത് താമരശ്ശേരിക്ക സ്ഥലത്ത് നിന്നും ഷാഫി സഫ്ന ദമ്പതികളുടെ വീടിൻ്റെ ഹോം ടൂറാണ്. 33 സെൻറ്റിൽ 4200 സ്ക്വയർ ഫീറ്റോട് കൂടി വളരെ മനോഹരമായിട്ടാണ് വീട് നിർമ്മിച്ചിട്ടുള്ളത്. വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് സഫ്നയുടെ ബ്രദറും ആർക്കിടെക്ചറുമായ ഷംനാസ് ആണ്. ഇവരുടെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം. ഇതാ ഈ കാണുന്നതാണ് വീട്ടിലേക്കുള്ള എൻട്രി. ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് എലവേഷൻ. വീടിൻ്റെ ഹൈലൈറ്റ് ഇതാ ഈ കാണുന്ന ഷോവാളാണ്. ഇത് ഗ്ലാഡിംഗ് സ്റ്റോൺ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു ബാൽക്കണി കൂടെ കാണാം. ഈ ബാൽക്കണിയിലേക്ക് പുറത്തു നിന്നും ഒരു സ്റ്റെയർ കൊടുത്തതിനോടൊപ്പം തന്നെ അകത്തു നിന്നും എങ്ങനെയാണ് ബാൽക്കണിയിലേക്ക് എൻട്രി ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിലൂടെ കാണാം. വീടിൻ്റെ മുറ്റത്ത് ക്ലൈമറ്റ് നാച്ചുറൽ സ്റ്റോൺ യൂസ് ചെയ്തുകൊണ്ട് മുറ്റത്തിൻ്റെ ഓരോരോ ഭാഗത്തായി ഇരിക്കാൻ സിറ്റിംഗ് ഏരിയ ഒക്കെ അറേഞ്ച് ചെയ്തത് കാണാം. ഇതാണ് വീടിൻ്റെ സിറ്റ് ഔട്ട്. വീടിൻ്റെ ഫ്ലോറിൽ യൂസ് ചെയ്തിട്ടുള്ളത് മോർച്ചാന വൈറ്റ് മാർബിൾ ആണ്.
അതുപോലെ ഫ്രണ്ട് ഡോർ ആണെങ്കിലും ഫ്രണ്ടിൽ കാണുന്ന വിൻഡോസ് ഒക്കെ ആണെങ്കിലും കംപ്ലീറ്റ് ടേക്ക് ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ട് ഡോർ തുറന്ന് അകത്ത് കയറിയാൽ റൈറ്റ് സൈഡിൽ മുകളിലേക്കുള്ള സ്റ്റെയറും ലെഫ്റ്റ് സൈഡിൽ ലിവിംഗ് ഏരിയയും കാണാം. ഡബിൾ ഹൈറ്റിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് നമുക്ക് കാണാവുന്നതാണ്. ലിവിംഗ് ഏരിയയിലാണ് TV യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ലിവിംഗ് ഏരിയയുടെ വാളിൽ അത്യാവശ്യം വലിയൊരു വിൻഡോ റോളിംഗ് കർട്ടനോട് കൂടി കൊടുത്തിട്ടുണ്ട്. ആ ഒരു വിൻഡോ വെളിച്ചം കൊടുക്കുന്നതിനോടൊപ്പം തന്നെ നല്ലൊരു ഹൈറ്റഡ് ലുക്ക് കൂടി നമുക്ക് ഫീൽ ചെയ്യും. ലിവിംഗ് ഏരിയയിലാണ് TV യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. TV യൂണിറ്റിന്റെ ഭാഗത്തായി കാണുന്ന മെറ്റീരിയൽ വുഡാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ മൾട്ടി വുഡിൽ ടീക്ക് വെനീർ ലാമിനേഷൻ ചെയ്തതാണ്. അതുപോലെ TV യൂണിറ്റ് ഫിക്സ് ചെയ്ത ഈ ഒരു പാർട്ട് റോയൽ ടച്ചിന്റെ മൈക്കയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ലിവിംഗ് ഏരിയയിൽ ഒരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പാർട്ടീഷൻ വരുന്ന മറ്റൊരു ഭാഗം സ്റ്റഡി ഏരിയ അല്ലെങ്കിൽ വർക്കിംഗ് ഏരിയയ്ക്കായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഈ ഒരു പാർട്ടീഷൻ മെറ്റീരിയൽ മൾട്ടിവുഡിൽ ടീക്ക് വെനീർ ഫിനിഷിംഗ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീട്ടിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ ഏതൊരു ഭാഗത്ത് നോക്കുകയാണെങ്കിലും നല്ലൊരു കളർ കോമ്പിനേഷൻ നമുക്ക് കാണാവുന്നതാണ്. അതും നല്ല രീതിയിൽ ഇന്റീരിയർ ഡിസൈനും ചെയ്തിട്ടുണ്ട്. ഇതാണ് വീടിന്റെ ഫസ്റ്റ് ബെഡ്റൂം. ഫ്ലോറിൽ എല്ലാ സ്ഥലത്തും മാർബിൾ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ലോങ് വിൻഡോ കൊടുക്കുന്നതോടൊപ്പം തന്നെ ലോങ് കർട്ടൻ കൊടുക്കുമ്പോൾ നല്ലൊരു ലുക്ക് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. ബെഡ്റൂം നോക്കുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഹൈലൈറ്റ് ആയി തോന്നുന്നതാ ഈ കാണുന്ന ഈ ഒരു ഡിസൈനാണ്. ഈ കാണുന്നത് കുഷന്റെ മുകളിലായിട്ട് ഒരു വെൽവെറ്റ് ഡിസൈൻ കൊടുത്തിട്ടുള്ളതാണ്. ഈ വീട്ടിലെ 4 ബെഡ്റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഡ്രസ്സിംഗ് ഏരിയയും കൊടുത്തിട്ടുണ്ട്. ബെഡ്റൂമിലെ വാർഡ്രോബ് സ്ലൈഡിംഗ് ഡോറാണ് കൊടുത്തിട്ടുള്ളത്. സ്ലൈഡിംഗ് ഡോർ കൊടുക്കുന്നതിൻ്റെ അഡ്വാൻറ്റേജസ് ഒക്കെ എൻ്റെ മുൻപുള്ള ഒരു ബെഡ്റൂമിൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. താല്പര്യമുള്ളവർക്ക് വീഡിയോ വാച്ച് ചെയ്യാം. വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. ഇതാണ് ഈ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂം. ബെഡിന്റെ ഹെഡ് ബോർഡിലായിട്ട് വെൽവെറ്റിൽ തന്നെ തീർത്ത ഒരു കുഷൻ വർക്ക് നമുക്ക് കാണാവുന്നതാണ്.
സീലിംഗ് വർക്കിൽ എവിടെയും അനാവശ്യമായിട്ട് ജിപ്സം വർക്കോ അല്ലെങ്കിൽ ഒരുപാട് ലൈറ്റിംഗ് ഒന്നും കൊടുക്കാതെ അത്യാവശ്യം വേണ്ട രീതിയിൽ മാത്രം തന്നെ ലൈറ്റിംഗ് കൊടുത്തുകൊണ്ട് വീട് ഭംഗിയാക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇവിടുത്തെ വാർഡ്രോബ്സിലും കൊടുത്തിരിക്കുന്നത് സ്ലൈഡിംഗ് ഡോറാണ്. അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമും പിന്നെ ഒരു ഡ്രസ്സിംഗ് ഏരിയയും നമുക്ക് കാണാം. റൂമിൻ്റെ ഒരു കോർണർ ഭാഗത്തായിട്ട് നല്ലൊരു സിറ്റിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. റൂമിലൊരു ലോങ് വിൻഡോ കാണാവുന്നതാണ്. അതിൽ ഡോറ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഡോറ് തുറക്കുന്നത് ബാൽക്കണിയിലേക്കാണ്. ഇതാണ് മാസ്റ്റർ ബെഡ്റൂമിലെ ബാൽക്കണി. ഈ ഒരു ബാൽക്കണിയുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് കംപ്ലീറ്റ് ഗ്രിൽ ചെയ്തിട്ടുണ്ട്. ലിവിംഗ് ഏരിയയിലെ പാർട്ടീഷൻ ചെയ്ത ഈ ഒരു ഭാഗത്ത് സ്റ്റഡി ഏരിയ അല്ലെങ്കിൽ വർക്കിംഗ് ഏരിയ എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ഒരു പാസേജ് നമുക്ക് കാണാം. ഇത് പോകുന്നത് പ്രെയർ റൂമിലേക്കാണ്. അതുപോലെ തന്നെ പ്രെയർ റൂമിന് വേണ്ടിയിട്ട് ഉള്ളു എടുക്കുന്ന സ്ഥലവും അതുപോലെ തന്നെ ഒരു കോമൺ ബാത്റൂമും നമുക്കിവിടെ കാണാവുന്നതാണ്. ഇനി നമ്മൾ നേരെ പോകുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ്. ലിവിംഗ് ഏരിയയുടെ തൊട്ടടുത്താണ് ഡൈനിങ് ഏരിയ. ഇവിടെയും അത്യാവശ്യം നല്ല സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ഇന്റീരിയർ ഡിസൈനും നമുക്ക് കാണാവുന്നതാണ്. വീടിൻ്റെ ഏതൊരു ഭാഗത്തും നമ്മൾ മെറ്റീരിയൽ ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വൈറ്റ് കളറിനാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നതെങ്കിൽ കാണാൻ കുറച്ചും കൂടി ഡിഫറൻസും അതിൽ കൂടുതൽ അട്രാക്ഷനും നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്. ഡൈനിങ് ടേബിൾ മെറ്റീരിയൽ ടീക്ക് തന്നെയാണ്. അതോടൊപ്പം തന്നെ വൈറ്റ്നെസ്സിനു വേണ്ടി വൈറ്റ് സ്റ്റിക്കറും അതിൽ കറ പിടിക്കാതിരിക്കാനായിട്ട് വൈറ്റ് ലാമിനേഷനും ചെയ്തിട്ടുണ്ട്. ചെയർ തീക്ക് വുഡിൽ റെക്സിൻ ഫിനിഷിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. ഡൈനിങ് ഏരിയയിൽ നല്ലൊരു ക്രോസറി ഷെൽഫും അതിൻ്റെ കൂടെ തന്നെ വാഷ് ബേസും കൊടുത്തിട്ടുണ്ട്.
വീടിൻ്റെ ഫ്രണ്ട് എലവേഷൻ നോക്കുന്ന സമയത്ത് രണ്ട് കാര്യമാണ് കൂടുതലും അട്രാക്ഷനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒന്ന് ഗ്ലാഡിങ് സ്റ്റോൺ ആണ് ഒരു പോർഷനും, പിന്നെ നമുക്കൊരു ബാൽക്കണി കൂടെ കാണാം. ആ ഒരു ബാൽക്കണി തൊട്ടടുത്തുനിന്ന് നമ്മൾ നോക്കുമ്പോൾ എന്തിനാന്ന് കാര്യമായിട്ട് മനസ്സിലാവുന്നില്ലെങ്കിലും അതിൻ്റെ ഒരു സീക്രട്ട് അറിയണമെങ്കിൽ ഇത് നമ്മുടെ ഈ ഒരു ഡൈനിങ് ഏരിയയിൽ തന്നെ വരണം. ഡൈനിങ് ഏരിയയിൽ നിന്നും ഒരു വിൻഡോ കാണാം, അവിടെ തന്നെ കർട്ടൻ കൊടുത്തിട്ടുണ്ട്. ഈ കർട്ടൻ മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിൻഡോ കാണാം, വിൻഡോയുടെ ഇടയിലായിട്ട് ഡോറ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡോറ് തുറക്കുന്ന സമയത്ത് നമ്മൾ പുറത്തു നിന്നും കാണുന്ന ബാൽക്കണിയിലേക്കുള്ള എൻട്രിയാണ് കൊടുത്തിട്ടുള്ളത്. ഡൈനിങ് ഏരിയയിൽ നിന്നും പുറത്തേക്കുള്ള ഈ ഒരു ബാൽക്കണി നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. അതുപോലെ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ GI പൈപ്പിൽ WPC പാനലിൽ ചെയ്തിട്ടുള്ളതാണ്. ഡൈനിങ് ഏരിയയോട് ചേർന്നിട്ട് തന്നെയാണ് ഇവിടുത്തെ മോഡുലർ കിച്ചൺ കൊടുത്തിട്ടുള്ളത്. വൈറ്റ് തീമിലാണ് മോഡുലർ കിച്ചൺ ചൂസ് ചെയ്തിട്ടുള്ളത്. കിച്ചൻ്റെ ഒരു ഭാഗത്തായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിൽ സീലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. കിച്ചൻ്റെ കൗണ്ടർ ടോപ്പിൽ നാനോ വൈറ്റ് ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്. കബോർഡിന് വേണ്ടി ചൂസ് ചെയ്തത് മൾട്ടിവുഡിൽ വൈറ്റ് മൈക്കയാണ്. മോഡുലർ കിച്ചണിൽ നിന്നും നമ്മൾ നേരെ പോകുന്നത് സെക്കൻഡ് കിച്ചൺ അഥവാ വർക്ക് ഏരിയയിലേക്കാണ്. സെക്കൻഡ് കിച്ചണിൽ കംപ്ലീറ്റ് കബോർഡ് വർക്ക് ചെയ്ത് സ്റ്റോറേജ് ഏരിയ കൊടുത്തതോടൊപ്പം തന്നെ സ്റ്റോർ റൂമും കൊടുത്തിട്ടുണ്ട്. ഇവിടെ കൗണ്ടർ ടോപ്പിൽ യൂസ് ചെയ്തിട്ടുള്ളത് ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ്. ഇനി നമ്മൾ പോകുന്നത് ഫസ്റ്റ് ഫ്ലോറിലേക്കാണ്. മുകളിലേക്കുള്ള സ്റ്റെയർ രണ്ടായി ഡിവൈഡ് ചെയ്തത് നമുക്ക് കാണാവുന്നതാണ്. സ്റ്റെയർ ഹാൻഡ് റെയിൽ വുഡും പിന്നെ ടഫൻ ഗ്ലാസും ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സ്റ്റെയർ കേസ് GI പൈപ്പിൽ ഫ്രെയിം ചെയ്ത് അതിൽ കുന്നി മരത്തിൻ്റെ വുഡൻ ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. സ്റ്റെയർ കേസ് ഡിവൈഡ് ചെയ്യുന്ന ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു ഡോറ് കാണാം. ആ ഡോറ് തുറന്നാൽ നല്ല അടിപൊളി ബാൽക്കണിയിലേക്കാണ് പോകുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നോർമലി നമ്മൾ ബാൽക്കണി കാണാറില്ല, അതുകൊണ്ട് തന്നെ നല്ലൊരു ഡിഫറൻസ് നമുക്കിവിടെ ഫീൽ ചെയ്യും. ഈ ഒരു ബാൽക്കണിയിൽ GI പൈപ്പിൽ ഫ്രെയിം ചെയ്തിട്ട് അതിനോടൊപ്പം തന്നെ ടഫൻ ഗ്ലാസ് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്.
ഇനി നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ എത്തിയാൽ ടോട്ടലി നല്ലൊരു ഹൈലൈറ്റ് ലുക്കാണ് നമുക്ക് ഫീൽ ചെയ്യുക. ലിവിങ് ഏരിയയുടെയും സ്റ്റഡി ഏരിയയുടെയും പാർട്ടീഷൻ ചെയ്തതിൻ്റെ ഒരു ഭംഗി കാണണമെങ്കിൽ മുകളിലെത്തുമ്പോഴാണ് കൂടുതൽ നമുക്കത് മനസ്സിലാവുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ നിന്നും നമുക്ക് 2 സൈഡിലായിട്ട് ഓപ്പൺ വ്യൂ കാണാവുന്നതാണ്. അതുപോലെ ഡബിൾ ഹൈറ്റിൽ ചെയ്തിട്ടുള്ള ഇൻറ്റീരിയർ ഡിസൈൻ എല്ലാം നല്ല രീതിയിൽ തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫ്ലോറിൽ 2 ബെഡ്റൂമും 2 ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂമും ഓപ്പൺ ടെറസും പിന്നെ നല്ലൊരു ബാൽക്കണിയാണ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് മുകളിലത്തെ ഫസ്റ്റ് ബെഡ്റൂം. സെക്കൻഡ് ബെഡ്റൂമിലേക്ക് പോകുന്ന പാസേജിൽ തന്നെയാണ് പുറത്തേക്കുള്ള ഓപ്പൺ ടെറസ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ബെഡ്റൂമിലും നമുക്ക് അറ്റാച്ച്ഡ് ടോയ്ലറ്റും അതിൻ്റെ കൂടെ തന്നെ ഒരു ഡ്രസ്സിംഗ് സ്പേസും കാണാവുന്നതാണ്. ഇതാണ് മുകളിലത്തെ ബാൽക്കണി. ഇവിടെ നല്ലൊരു വ്യൂ നമുക്ക് പുറത്തേക്ക് കാണാവുന്നതാണ്. ഈ ഒരു ബാൽക്കണീൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ഓപ്പൺ ചെയ്തിട്ട് ടെറസും നമുക്ക് കാണാം.
സെക്കൻഡ് ബെഡ്റൂമിലേക്ക് പോകുന്ന പാസേജിൽ തന്നെയാണ് പുറത്തേക്കുള്ള ഓപ്പൺ ടെറസ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ബെഡ്റൂമിലും നമുക്ക് അറ്റാച്ച്ഡ് ടോയ്ലറ്റും അതിൻ്റെ കൂടെ തന്നെ ഒരു ഡ്രസ്സിംഗ് സ്പേസും കാണാവുന്നതാണ്. ഇതാണ് മുകളിലത്തെ ബാൽക്കണി. ഇവിടെ നല്ലൊരു വ്യൂ നമുക്ക് പുറത്തേക്ക് കാണാവുന്നതാണ്. ഈ ഒരു ബാൽക്കണീൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ഓപ്പൺ ചെയ്തിട്ട് ടെറസും നമുക്ക് കാണാം. $33 സെന്റിൽ 4200 സ്ക്വയർ ഫീറ്റോട് കൂടി വളരെ മനോഹരമായിട്ടാണ് വീട് നിർമ്മിച്ചിട്ടുള്ളത്. വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് സഫ്നയുടെ ബ്രദറും ആർക്കിടെക്ചറുമായ ഷംനാസ് ആണ്. ഇവരുടെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. ഈ ഒരു വീട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതോടൊപ്പം തന്നെ വീട്ടിൽ യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ് കാണുന്നവർക്ക് കൂടി ഉപകരിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക് യു.